ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഇവിടെ എനിക്ക് സുഖമാട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ കുറച്ച് ദിവസത്തെ ഗ്യാപ്പിന് ശേഷം, ഒരു 2-3 ദിവസത്തെ ഗ്യാപ്പിന് ശേഷം ആട്ടോ ഞാൻ വന്നിരിക്കുന്നത്. ഇപ്പം ഞാൻ അങ്ങനെയാട്ടോ വീഡിയോസൊക്കെ ഇടുന്നത്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ എഴുന്നേറ്റിട്ട് കുറച്ച് നേരമായി. അപ്പം ഞാൻ വിചാരിച്ചു ഒരു കട്ടൻ കുടിയോടെ ഇന്നത്തെ വീഡിയോ ആരംഭിക്കാമെന്നല്ലേ. അപ്പം നല്ല തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഇവിടെ രാവിലെ തന്നെ നല്ല പ്രകാശം കേട്ടോ. അപ്പം സൂര്യനൊക്കെ ഉദിച്ച് വരുന്നുണ്ട്. അങ്ങനെ മുറ്റത്തെ കിളികളുടെ കരച്ചിലും പിന്നെ ഇതൊക്കെ കണ്ട് ഇവിടെ ഒന്ന് ഇത്തിരി നേരം ഇരിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം കേട്ടോ കുറച്ച് നേരം ഇങ്ങനെ പുറത്തൊക്കെ ഇരിക്കാൻ. അങ്ങനെ ചൂടുവെള്ളമൊക്കെ തിളപ്പിച്ചു. പിന്നെ നമ്മുടെ ചപ്പാത്തിയൊക്കെ ചുട്ട്, എന്നും മിക്ക ദിവസവും ചപ്പാത്തി ആയിരിക്കുമല്ലോ അല്ലേ. അപ്പോൾ നമ്മുടെ കഞ്ഞിയുടെ വിറക് ഒക്കെ ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. ഞാൻ ചായ കുടിക്കാൻ വന്ന നേരത്തെ കഞ്ഞിയൊക്കെ അടുപ്പത്തിട്ടിട്ടാട്ടോ ഞാൻ ചായ കുടിക്കാൻ പോയിരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റൽ ഉടനെ ചെയ്യുന്നത് നമ്മുടെ കഞ്ഞി അടുപ്പത്തിടുക കേട്ടോ. എൻ്റെ ആദ്യത്തെ പണി കഞ്ഞിക്കലം തേച്ച് കഴുകി, തലേദിവസത്തെ കഞ്ഞിക്കലം തേച്ച് കഴുകി ഇങ്ങനെ ഈ അടുപ്പിൽ കഞ്ഞി ഇടും കേട്ടോ. പിന്നെ നമ്മൾ നല്ല കട്ടിയുള്ള വിറക് അവിടെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കണ്ട, അതവിടെ താനേ കിടന്ന് വന്നോളൂ കേട്ടോ. പക്ഷേ അത്യാവശ്യം നല്ല വിറക് വെച്ച് കൊടുക്കണം, ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ എപ്പോഴും ഇറങ്ങിപ്പോയി കത്തിക്കണം കേട്ടോ. പിന്നെയുള്ള സമയം മുഴുവനും ഞാൻ പിന്നെ കിച്ചൺ വർക്കായിരിക്കും കേട്ടോ. നമ്മുടെ അകത്തെ ചപ്പാത്തി ഉണ്ടാക്കൽ, കറി ഉണ്ടാക്കൽ അങ്ങനെയൊക്കെ പോകും കേട്ടോ. അതുകൊണ്ട് കഞ്ഞി അവിടെ നിന്ന് അങ്ങനെ കിടന്ന് വെന്തോളും. പിന്നെ ഇതാ നമ്മുടെ കോവയ്ക്ക, അന്ന് ഞാൻ പറിച്ചില്ലേ കോവയ്ക്ക, അത് കഴിഞ്ഞിതാ വീണ്ടും ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ നമ്മൾ പറിക്കുന്നതിനനുസരിച്ച് ഇങ്ങനെ പറിച്ച് കൊടുക്കണം കേട്ടോ, എന്നാലേ ഇങ്ങനെ പൂ ഇടുകയുള്ളൂ. ഇത് പറിച്ചില്ലെങ്കിൽ ഈ ഭാഗമൊക്കെ അങ്ങനെ ഈ കായും കൊണ്ട് അങ്ങനെ നിൽക്കും കേട്ടോ. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് പറിച്ച് അടുത്തുള്ളവർക്കൊക്കെ ഒന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. നമ്മൾ ഇവിടെയാണെങ്കിൽ കുട്ടികൾ കോവയ്ക്കൊന്നും അങ്ങനെ വേണ്ട, പയർ അവർ കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പം പിന്നെ നമുക്ക് ഞാൻ കഴിക്കും, എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യം കേട്ടോ കോവയ്ക്കൊക്കെ. ഒരാൾക്ക് തന്നെയായിട്ട് എന്ത് ഉപ്പേരി വയ്ക്കാനാന്ന് വിചാരിച്ച് ചിലപ്പം ഞാൻ വെക്കാറൊന്നുമില്ല കേട്ടോ. അപ്പം ഇതാ ഇത്രയും കിട്ടിയിട്ടോ, നല്ലോണം ഉണ്ടാകുന്നുണ്ട്. ഇതൊരു 5-6 ഉണ്ടെങ്കിൽ നമുക്കൊരു ഉപ്പേരിക്കുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. അങ്ങനെ ഇതാ കഞ്ഞിയൊക്കെ നമുക്കൊന്ന്, ചിലർ പറയാം അടച്ചിടുകയെന്നല്ലേ, ഞാൻ പറയും കഞ്ഞി ഊറ്റുക. ഞങ്ങളങ്ങനെയാട്ടോ പറയുന്നത്, കഞ്ഞി ഊറ്റിയിടുക, കഞ്ഞി ഊറ്റുക എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ അതാ കഞ്ഞി ഊറ്റി. ഈ കഞ്ഞിവെള്ളം ഞാൻ എടുത്ത് വയ്ക്കുന്നത് എന്തിനാണെന്നറിയാവോ, ഇതിലിത്തിരി 2 ദിവസം പുളിച്ച് കഴിയുമ്പോൾ കുറച്ച് ഏറെ വെള്ളം ചേർത്തിട്ട് നമ്മുടെ കറിവേപ്പിനൊക്കെ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് നാരങ്ങ നീരൂടി ഒഴിച്ചു കൊടുത്താൽ കറിവേപ്പിന് പിന്നെ ഇങ്ങനെയുള്ള പച്ചക്കറിക്കൊക്കെ ഒഴിച്ചു കൊടുത്താൽ നല്ല വളമാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്ത് വയ്ക്കുന്ന കേട്ടോ ആ കഞ്ഞിവെള്ളം. പിന്നെ കഞ്ഞിയൊക്കെ വാർത്തു. ഇനിയും ചോറിൻ്റെ കാര്യം അവിടെ കഴിഞ്ഞു കേട്ടോ. പിന്നെ നമുക്ക് അതാ ഞാൻ ചോറ് ഊറ്റാൻ വന്നത് എന്താ, ഈ കോവയ്ക്ക പറിക്കുന്നതിൻ്റെ ഇടയ്ക്കാട്ടോ വന്നത് ചെയ്തത്. അപ്പം മുറ്റത്തോടി നടക്കുന്ന സമയത്തൊക്കെ നമുക്കിങ്ങനെ സന്തോഷമായിട്ട് നടക്കാം, പച്ചക്കറി പറിക്കാം, പിന്നെ കഞ്ഞി ഊറ്റാം, പിന്നെ വല്ല കിളികളും പറക്കുന്നുണ്ട് അതിനെ കാണാം. അങ്ങനെ നല്ല രസമാട്ടോ. ഇങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ ഇങ്ങനെ തണുത്ത പ്രഭാതങ്ങളും ഇങ്ങനെ മുറ്റത്തോടി നടന്നിട്ടുള്ള ജോലികളും ഒക്കെ കേട്ടോ. മുറ്റത്ത് തന്നെ അടുപ്പും പാചകവും ഒക്കെ ആക്കാമെങ്കിൽ അത്ര സന്തോഷമാട്ടോ. എനിക്ക് മുറ്റത്തൂടി പ്രകൃതിയായിട്ട് എന്ത് ഇണങ്ങി ചെയ്യുന്ന അതാട്ടോ എനിക്ക് കൂടുതൽ സന്തോഷമുള്ളത്. അകത്ത് നമ്മൾ കിച്ചണിൽ പണി ചെയ്യുന്നതിലും എനിക്കിഷ്ടം ഇങ്ങനെ പുറത്തുകൂടി നടന്നിട്ടുള്ള ഓരോ കാര്യങ്ങളാട്ടോ. അപ്പം നമുക്കെല്ലാം കാണാം, പുറത്തുള്ള പ്രകൃതിയെ ആസ്വദിക്കാം, പൂമ്പാറ്റേനെ കാണാം, കിളികളെ കാണാം, സൂര്യൻ ഉദിച്ച് വരുന്നത് കാണാം, പക്ഷികൾ പറക്കുന്നത് കാണാം. ഇതൊക്കെ എനിക്ക് ആസ്വദിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഇതാ നമ്മുടെ ഇങ്ങനെ പയറും പച്ചക്കറിയും പൂവുകളും ഇതിലൊക്കെ നോക്കി ഇങ്ങനെയൊന്ന് തലോടി ഇതുങ്ങളോടൊക്കെ ഒന്ന് കുശലം പറഞ്ഞ് ഇതിൻ്റെയൊക്കെ ചോട്ട് കൂടി നടക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. അത് നമ്മുടെ പൂർവികന്മാരായിട്ടുള്ള ഒരു ജന്മസിദ്ധമായിട്ട് വന്ന ഒരു ഇതായിരിക്കാം. എൻ്റെ അമ്മയുടെ ഫാമിലിയൊക്കെ ഭയങ്കര കൃഷിക്കാരും ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പം ഈ കശുവണ്ടി മരം ഉണ്ടാവും, പിന്നെ റബ്ബറുണ്ട്, അടയ്ക്ക, ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട് ജീവിച്ചു വന്ന കേട്ടോ ഞാൻ. അങ്ങനെയുള്ളൊരു കൃഷി സംബന്ധമായ ഒരു കുടുംബത്തിൽ. അപ്പോൾ ഇതൊക്കെയും അവിടുത്തെ നമ്മുടെ വല്യമ്മ ഒത്തിരി ഉണ്ടാക്കും. പിന്നെ ചക്ക വെട്ടുക, ഇങ്ങനെയൊക്കെ കഴിഞ്ഞുകൊണ്ട് എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളോട് ഭയങ്കര ഇഷ്ടമാട്ടോ. പിന്നെ എല്ലാ കൃഷി നടത്തുമായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അതിൽ കൂടിയാണോ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എനിക്ക് ഈ കൃഷി, മൃഗങ്ങൾ, പക്ഷികൾ, കൃഷികൾ ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റുള്ള കാര്യമാണ് കേട്ടോ.
ഈ കരിവേപ്പിന് ഒഴിക്കാൻ പറഞ്ഞ ഏട്ടാ ഞാൻ ഈ വെള്ളം പുളിപ്പിച്ചിട്ട് അങ്ങനെ ഇങ്ങനെ പുളിപ്പിച്ചൊഴിച്ച് കഴിഞ്ഞാൽ കറിവേപ്പ് നല്ലോണം ഉണ്ടാവുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, ഇനി ഇതിങ്ങനെ തളുത്ത് വരും കേട്ടോ ഇലകളൊക്കെ. അപ്പം നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ മുകളിൽ കൂടിയും കുറച്ച് ഒഴിച്ച് കൊടുക്കാം. തണ്ട് ചേർത്ത് ഒഴിക്കരുത്, കുറച്ച് വിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത് നല്ല കേട്ടോ. പിന്നെ നമ്മുടെ കാന്താരി മരത്തിൽ നിന്നൊക്കെ കാന്താരി മുളകൊക്കെ പൊട്ടിച്ചു. അപ്പോൾ ഉപ്പേരിക്കൊക്കെ ഒരു കൂട്ടങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അന്നേരം ഞാൻ അവിടെ പറിച്ചുകൊണ്ടിരിക്കുമ്പോൾ കോഴിക്കുഞ്ഞുങ്ങൾ നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് കിട്ടിയതാട്ടോ 5 കോഴിക്കുഞ്ഞുങ്ങളെ. അതുങ്ങൾ ഭയങ്കര ബഹളമാട്ടോ. രാവിലെ കിടന്ന് എന്നെ കണ്ടു കഴിഞ്ഞിട്ട് ഈ ബഹളം വയ്ക്കുന്നത്. ഞാൻ പാത്രം പിടിച്ചുകൊണ്ടല്ലേ നടന്ന് ഓരോന്ന് പറിക്കുന്നത്. അപ്പോൾ അവരുടെ വിചാരം അവർക്ക് കൊണ്ടുവന്ന ഫുഡാണ് കേട്ടോ. അതാണ് എന്നെ ഇങ്ങനെ അവിടുന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ, ഈ ബഹളം വെച്ച് ഞങ്ങൾക്ക് കൊണ്ടുവന്ന് താന്നും പറഞ്ഞുകൊണ്ട്. പക്ഷെ പീറ്റുവിൻ്റെ കൂട് തുറന്ന് കിടക്കുക കേട്ടോ. എന്താണെന്നറിയാമോ, പീറ്റു ഇതുവരെയും വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ പീറ്റുൻ്റെ ഇവിടെ വന്നിരുന്നില്ലേ പിങ്കി പീറ്റുവിൻ്റെ ലവർ, അവൾ പ്രസവിച്ച് കിടക്കും. അവളെ അന്നേരം പീറ്റുവിൻ്റെ കുഞ്ഞാന്ന് തോന്നുന്നു കേട്ടോ ഉണ്ടായത്. അപ്പോൾ പീറ്റു അവളെ കാണാൻ പോയതാണോ എന്നൊരു ഡൗട്ട് കേട്ടോ. പിങ്കി ഇവിടെ നമ്മുടെ വീട്ടിൽ വന്നാ കേട്ടോ അവൾ ഈ പീറ്റുവിനെ കാണാൻ വന്നതും ഒക്കെ. ഞങ്ങൾക്ക് ദിവസമൊക്കെ നല്ല ഓർമ്മയുണ്ട് കേട്ടോ പീറ്റു വന്നതൊക്കെ. അപ്പോൾ ഏകദേശം കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പീറ്റു എപ്പോഴും ഇപ്പോൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്തിരി വൈകിയാട്ടോ വരുന്നത്. അപ്പോൾ എനിക്കറിയാം കുഞ്ഞുങ്ങളെ കാണാൻ പോവുക കേട്ടോ. അങ്ങനെ ഈ ചെടികൾക്കൊക്കെ ഒന്ന് ഇത്തിരി വെള്ളം ഞാൻ കുറച്ച് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്ത കേട്ടോ. അപ്പോൾ രാവിലെ ഞാൻ അങ്ങനെ നനയ്ക്കാറില്ല, പക്ഷേ റിപ്പോർട്ട് ചെയ്തുകൊണ്ട് എല്ലാത്തിനും ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ ഒഴിക്കുമ്പോൾ നമ്മൾ ഒരെണ്ണം അങ്ങനെ ഒഴിക്കുമ്പോൾ എല്ലാത്തിനും അങ്ങ് ഒഴിച്ചു കൊടുക്കാൻ തോന്നും കേട്ടോ. അങ്ങനെ ഈ സ്പൈഡർ പ്ലാന്റ്സ് എനിക്കൊരു കൂട്ടുകാരി തന്ന കേട്ടോ. അപ്പോൾ ഇത് നല്ല രസമാട്ടോ കിച്ചണിലൊക്കെ വെക്കാനൊക്കെ. ഇനി ഇത് എനിക്ക് ഇത്തിരി ഏറെ വികസിപ്പിച്ചുണ്ടാക്കണം എന്നുണ്ട് കേട്ടോ. അപ്പം ചെടി മേടിച്ചിട്ടില്ല. ഇനി ചട്ടി മേടിക്കുമ്പോൾ ചട്ടിയിലേക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിത് വെള്ളത്തിലിട്ട് വെച്ചതാണ് കേട്ടോ. കുറേ ചെടികൾ ഞാൻ റിപ്പോർട്ട് ചെയ്ത് നമ്മുടെ അടുക്കളപ്പുറത്ത് കൊണ്ടുപോയി വെച്ചേക്കുന്ന തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ. ഇവിടെ വെച്ചാൽ ഇവിടെ ഭയങ്കര ചൂടായതുകൊണ്ട് ചെടികൾക്കൊക്കെ ഒരു ഉന്മേഷക്കുറവ് കിട്ടും. അതുകൊണ്ട് ഞാനിപ്പോൾ ചെടികൾ ഇവിടുന്ന് മാറ്റി എല്ലാം ബേക്ക് വശത്താട്ടോ കൊണ്ടുപോയി വെച്ചേക്കുന്നത്. അങ്ങനെ കിണ്ടി ഞാൻ വെച്ചത് തല തിരിഞ്ഞായിപ്പോയി കേട്ടോ. എപ്പോഴും അമ്മ പറയും കിണ്ടിയുടെ വാല ഒന്നെങ്കിൽ കിഴക്കോട്ടോ അല്ലെങ്കിൽ പടിഞ്ഞാട്ടോക്കോ തെക്കോട്ടോ ഒരിക്കലും കിണ്ടിയുടെ വാല് വെക്കില്ലെന്ന് പറയും കേട്ടോ. ഞാൻ അറിയാതെ വെച്ച് പോയതാട്ടോ. പിന്നെ ഞാൻ അതെടുത്ത് തിരിച്ച് വെച്ചു. പിന്നെ നോക്കിയപ്പോൾ നമ്മുടെ വെള്ളം മോട്ടർ ഇട്ടിട്ടുണ്ടായിരുന്നേ, അത് നിറഞ്ഞു. പിന്നെ അതൊക്കെ ഒന്ന് ഓഫാക്കി. പിന്നെ ഞാൻ കഞ്ഞി ഊറ്റി പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ചു കേട്ടോ. അങ്ങനെ ആ പണിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മോൻ പറഞ്ഞിട്ടുണ്ട് കുറച്ച് ബീഫ് മേടിച്ചുകൊണ്ട് വരാമെന്ന് കേട്ടോ. അതുകൊണ്ട് ഞാൻ വേഗം പണികളൊക്കെ ഒതുക്കി വേഗം മുറ്റത്തുനിന്ന് വെള്ളം പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാൻ വേഗം അകത്തേക്ക് കയറി പോരുന്ന കുറച്ച് ഉള്ളി തക്കാളിയൊക്കെ ഒന്ന് അരിഞ്ഞ് വെക്കണ്ടേ. അപ്പം ഞാനെല്ലാം നേരത്തെ അങ്ങനെ കടയിൽ പോകുന്നതിന് മുന്നേ എല്ലാം അരിഞ്ഞ് എല്ലാം റെഡിയാക്കി വെക്കും കേട്ടോ. കടയിൽ പോകാൻ മോൻ നേരത്തെ പറയും, സിഗ്നൽ തരും, ഞാൻ പോകുവാണ് ഇന്ന പോലെ അന്ന് പറഞ്ഞിട്ടേ പോവുള്ളൂ. അപ്പം ഞാൻ പിന്നെ അവൻ രാവിലെ ഷട്ടിൽ ബാറ്റ് കളിക്കാൻ പോയിരുന്നു കേട്ടോ. അപ്പോഴാണ് എന്നോട് പറഞ്ഞത് ഞാൻ പോയിട്ട് വരാമെന്ന് കേട്ടോ. അങ്ങനെ അവൻ പോയിട്ട് വരുമ്പോഴത്തേക്കും ഞാൻ ഈ കിച്ചണിലെ പണികളൊക്കെ ഒന്ന് ഒതുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇതെന്താ പാവയ്ക്കയല്ല കേട്ടോ, കോവയ്ക്കൊക്കെ ഒന്ന് കഴുകി വാരി നമുക്ക് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കാം. എന്തായാലും ഇന്നിതിപ്പോൾ ഉപ്പേരി വയ്ക്കില്ല, കുറച്ച് അടുത്ത വീട്ടിലും കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചു കേട്ടോ. കഴുകി വാരി എന്തായാലും കഴുകി വാരി വയ്ക്കുക. അങ്ങനെ 2 വെള്ളത്തിലൊക്കെ ഒന്ന് കഴുകി വാരിയിട്ടോ. കരിവേപ്പിലയും കാന്താരി മുളകും എല്ലാം പുറത്തുനിന്ന് പറിക്കുന്ന എല്ലാം നമ്മളിങ്ങനെ ഒന്ന് കഴുകി വാരും കേട്ടോ. ഓന്തും ചിലന്തിയും ഒക്കെ നടക്കുന്നതല്ലേ. വിഷമില്ലെങ്കിൽ പോലും നമുക്ക് അങ്ങനെയൊക്കെ ഞാനൊന്ന് കഴുകിയെടുക്കും കേട്ടോ. എന്നാലേ ഒരു മനസ്സമാധാനമുള്ളൂ. പിന്നെ ഞാനത് ചപ്പാത്തിയൊക്കെ ഒന്ന് ചുട്ടു. ഉള്ളി അതിൻ്റെ ഇടയ്ക്ക് അരിയുന്നുണ്ട് കേട്ടോ. ഉള്ളി അരിഞ്ഞു, ചപ്പാത്തി ചുട്ടു. അപ്പോൾ ചപ്പാത്തി ഇപ്പോൾ ആരും കഴിക്കുന്നില്ല കേട്ടോ. എന്തെന്ന് വെച്ചാൽ മോൻ പറഞ്ഞു അവൻ ബീഫ് മേടിച്ചുകൊണ്ട് വരാമെന്നേ. അപ്പോൾ ബീഫ് കൊണ്ടുവന്നിട്ട് ചപ്പാത്തി കഴിക്കാമെന്ന്
ഇതിന് പാകത്തിന് ഞാൻ വേഗം ഇതരിഞ്ഞ് ഇതൊക്കെ ഒന്ന് വഴറ്റി വെക്കണം കേട്ടോ. അപ്പോൾ അതിന് സവോള, കാന്താരി മുളകാട്ടോ ഞാൻ പച്ചമുളകിന് പകരം. പിന്നെ ഇഞ്ചി അതാ ചതച്ച് വെച്ചിരിക്കുന്നു. കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി ഒക്കെ ഒന്ന് ചതച്ചും വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ 2 തക്കാളി, ചെറിയ തക്കാളി കേട്ടോ, അതും എടുത്ത് ഇതെല്ലാം കൂടി. അപ്പം മുറ്റത്ത് കഞ്ഞി വാർത്ത അടുപ്പിൽ തന്നെ നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ച അതിൽ തന്നെ അങ്ങ് വെച്ച് കൊടുക്കാം. നല്ല കനലും നല്ല ചൂടും. എന്തിനാ തീ വെറുതെ വേസ്റ്റ് ആക്കുന്നതല്ലേ. അപ്പോൾ അതിലേക്ക് തന്നെ അങ്ങോട്ട് വഴറ്റാൻ തുടങ്ങി. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ബോറടിക്കുന്നുണ്ടാവില്ലേ എൻ്റെ ഈ കുക്കിങ് തന്നെ വീഡിയോ കണ്ടിട്ട്. അപ്പം ഞാൻ ഇഞ്ചി വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിരുന്നു കേട്ടോ. പിന്നെ അത് പറഞ്ഞു വരാൻ അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇതിനകത്തേക്ക് മല്ലിപ്പൊടിയും, മുളക് പൊടി, കുരുമുളക് പൊടിയും, ഗരം മസാലയാണ് ഞാൻ പൊടിച്ചതാണ്, അതാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. മീറ്റ് മസാല ഇല്ലായിരുന്നു മേടിച്ചത്. പിന്നെ കുറച്ച് ഉപ്പും ഇട്ട് ഇത് മെല്ലെ ട്രൈ ആക്കി വെച്ചാൽ മതി എന്ന് പറഞ്ഞു കേട്ടോ. അതിപ്രകാരം അതങ്ങനെ വെച്ച് പിന്നെ ഞാൻ അടിച്ചു വാരി ഒന്ന് തുടച്ചു. ആ സമയത്ത് ബീഫൊക്കെ മുറിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കൊന്ന് ഒരു മനസ്സംതൃപ്തിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. എല്ലാം ഒന്ന് അടുപ്പത്തായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആകമൊക്കെ ഒന്ന് തുടക്കും കേട്ടോ. വിളക്ക് വെക്കേണ്ടതല്ലേ, അതുകൊണ്ട് പിന്നെ മുറ്റത്ത് കൊണ്ടുപോയി വെച്ചാൽ കേട്ടോ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് പിന്നെ നമുക്കകത്തൊന്നും ആവില്ല കേട്ടോ. ഇനി പിന്നെ ഇത് ഫുഡ് കഴിക്കാൻ നേരം മാത്രമല്ലേ ആവുള്ളൂ. അത് പിന്നെ കുഴപ്പമില്ല അല്ലേ. പിന്നെ എല്ലായിടും ഒന്ന് തുടച്ചെടുത്ത് വൈകുന്നേരം വിളക്ക് വെക്കാനൂടി എളുപ്പമാവുമല്ലോ. അങ്ങനെ ഞാൻ കുളിക്കുന്നതിന് മുന്നേ എല്ലാം ചെയ്യണം എന്നാട്ട് എൻ്റെ ആഗ്രഹം. അടിക്കലും തുടക്കലും എല്ലാം അങ്ങനത്തെ ഒക്കെ കഴിക്കുവേ. അപ്പം പിന്നെ ഞാൻ ചായ ഒന്നും കുടിച്ചിട്ടില്ല കേട്ടോ. ഇപ്പോഴാട്ടോ ഞാൻ ഇത്തിരി ചായ കുടിക്കാൻ പോണത്, കുളിയൊക്കെ കഴിഞ്ഞ്. അപ്പം ഞാൻ യോഗ പോലെ എക്സസൈസൊക്കെ ശേഷം കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ വാമപ്പൊക്കെ ചെയ്യും കേട്ടോ. രാവിലെ കുറച്ച് നേരം അത് കഴിഞ്ഞാണ് കേട്ടോ കുളിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഫുഡ് ഇതും കഴിഞ്ഞിട്ടാണ് ഞാൻ കഴിക്കുന്നത്. അങ്ങനെ മോക്ക് ചായ വേണോ എന്ന് ചോദിക്കുക. അപ്പോൾ അവൾക്ക് ചായ വേണ്ട, അവർക്കൊന്നും ചായയുടെ ഒരു ഇൻട്രസ്റ്റും ഇല്ല കേട്ടോ. ആകെ ചായ ഇത്തിരി കുടിക്കുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ. അമ്മയുണ്ട്, പിന്നെ ഞാനും അമ്മയും കുടിക്കുമായിരുന്നല്ലോ. അപ്പോൾ അമ്മയില്ല, അപ്പോൾ എനിക്ക് മാത്രം മതി കേട്ടോ ഈ ചായ. അങ്ങനെ അവരൊക്കെ ചായ കുടിച്ച് കഴിഞ്ഞു കേട്ടോ. ഞാൻ ഈ വാമപ്പൊക്കെ ചെയ്യാനും കുറച്ച് സമയം അങ്ങനെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഞാൻ കുറച്ച് താമസിച്ചല്ലേ വരുന്നത്. ആ സമയം കൊണ്ട് അവരോട് ഞാൻ അവർക്കുള്ളത് അവർ കഴിച്ചു കേട്ടോ. അങ്ങനെ ഞാൻ എനിക്കുള്ള ചായയൊക്കെ എടുത്തു കേട്ടോ. അപ്പോൾ തല തോർത്ത് കെട്ടി തുണി നനഞ്ഞ തലയിൽ തുണി ഇട്ട് ഭക്ഷണം കഴിക്കില്ലെന്ന് എൻ്റെ അമ്മ എപ്പോഴും പറയൂ കേട്ടോ. അപ്പോൾ ഞാൻ അതൊന്ന് അഴിച്ചു വെച്ചതാണേ. അങ്ങനെ ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നൊക്കെ കേട്ടോ പറയുന്നത്. അപ്പോൾ ചില സമയങ്ങളിൽ ഞാനിങ്ങനെ കുളിച്ചിങ്ങനെ തോർത്ത് കിട്ടിയാൽ ഇങ്ങനെ ഞാൻ തന്നെ മറന്നു പോകും കേട്ടോ. അത് ഒന്ന് അഴിച്ചു വയ്ക്കാൻ ചില സമയങ്ങളിൽ ഞാൻ ഓർക്കും. അപ്പോൾ തന്നെ ഞാനത് അഴിച്ചു വയ്ക്കും കേട്ടോ. എന്നിട്ട് ഞാൻ ഭക്ഷണം കഴിക്കുകയുള്ളൂ. അപ്പോൾ ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ തന്നെ നേരം 11 മണി കഴിഞ്ഞു കേട്ടോ. എൻ്റെ സമയം അങ്ങനെ അങ്ങോട്ട് ഇഴഞ്ഞു പോകും കേട്ടോ. അപ്പോഴാണ് ഞാൻ ഇന്ന് മൊബൈൽ കൈയും കൊണ്ട് തൊട്ടിട്ടില്ല, ഒരു കാര്യം കണ്ടിട്ടുമില്ല, ഒന്നുമില്ല കേട്ടോ. ഈ വീഡിയോ എടുക്കുന്ന ദിവസങ്ങളും പിന്നെ അപ്ലോഡിങ് ഇടുന്ന ദിവസങ്ങളും എനിക്ക് കുറേ വീഡിയോ അങ്ങനെ മിസ് ചെയ്യും. കുറേ പേരെ വീഡിയോ കാണുന്നതും കമൻ്റ് ഇടുന്നതും ഒക്കെ എല്ലാം ലൈവിൽ കയറാനൊന്നും പറ്റില്ല കേട്ടോ ഈ സമയങ്ങളിൽ. ഇതൊക്കെ കഴിഞ്ഞ് നോക്കുമ്പം ചില സമയങ്ങളിൽ ഞാൻ എൻ്റെ വീഡിയോസ് തന്നെ കാണാറില്ല കേട്ടോ. അപ്പം ഇങ്ങനെയൊക്കെ ഇരിക്കുന്നൊക്കെ ചായയൊക്കെ കുടിക്കുന്ന സന്ദർഭങ്ങളിൽ ഞാനിങ്ങനെ ഒന്നെടുത്ത് നോക്കും. ഇടയ്ക്കത്തെ ഭാഗങ്ങളൊക്കെ ചിലതൊക്കെ കാണും കേട്ടോ. അങ്ങനെ ആ സമയങ്ങളിലാണ് ഞാൻ മറ്റുള്ളവരുടെ വീഡിയോസും കാണുന്നത് കേട്ടോ. ഇപ്പം ഇത് കാണുന്നത് ഞാൻ എൻ്റെ വീഡിയോസ് തന്നെയാണ് കേട്ടോ. ഞാൻ കുറച്ച് ദിവസം മുന്നേ ഇട്ട വീഡിയോസ് കേട്ടോ. വെറുതെ ഒന്ന് കണ്ടു എന്നേ ഉള്ളൂ. ഇനി ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് വേണം. പിന്നെ ഞാൻ ഇതിൽ എഡിറ്റിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിൽ എഡിറ്റ് ചെയ്യാൻ ഞാൻ മൊബൈലിൽ ചെയ്തിട്ടാണോ എന്താണെന്നറിയില്ല, ഇതിൽ ഇത്തിരി ബുദ്ധിമുട്ടൊക്കെയാണ് കേട്ടോ. കുറേ ഓപ്ഷനുകളൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ നല്ല ക്ലാരിറ്റി കിട്ടും. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂട്ടുകാരൊക്കെ വീഡിയോ കാണണം, വീഡിയോയ്ക്ക് പരമാവധി സപ്പോർട്ടൊക്കെ ചെയ്ത് തരിക കേട്ടോ. അപ്പം ഇനി വീഡിയോയ്ക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെന്നും ഒക്കെ നിങ്ങളുടെ അഭിപ്രായത്തിനനുസരിച്ച് ഞാൻ ചെയ്യാം കേട്ടോ. എനിക്ക് എന്നാൽ പറ്റുന്ന പോലെയൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ എന്നും ഈ ചോറും കറികളും ഇത് തന്നെയുള്ളോ വീഡിയോ എന്നൊക്കെ ഇങ്ങനെ പലരും ചോദിക്കാറുണ്ട് കേട്ടോ.
പിന്നെ ഞാൻ എന്താണെന്ന് ചോദിച്ചാൽ കണ്ടൻറ് വീഡിയോസ് ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് തന്നെ ഒരു ചാനലാക്കണമെന്ന് ഞാൻ വിചാരിച്ച് എടുത്തതൊക്കെ ഞാൻ പ്രൈവറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് എനിക്ക് ഈ ഡേ ഇൻ മൈ ലൈഫിൻ്റെ കൂടെ അതും മിങ്കിളാകുന്നില്ല കേട്ടോ. അപ്പോൾ അതിനുള്ള അഭിപ്രായം നിങ്ങൾ തന്നെ പറയട്ടോ. അപ്പം പിന്നെ ഇതാ ഞാൻ വെച്ച കറി തന്നെ കേട്ടോ ഇതിൽ വീണ്ടും ഞങ്ങൾ തന്നെ കാണുന്നത്. പിന്നെ ഈ സാരി ഉടുത്തുകൊണ്ട് ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെയൊക്കെ ചെയ്യാം, എന്തെങ്കിലും ഒരു ചേഞ്ച് വേണ്ടല്ലേ. തന്നെ നിങ്ങൾ കണ്ട് ഇനി ബോറടിക്കും. അപ്പം ഞാൻ തുടച്ച കാര്യം ഓർത്തപ്പോഴാട്ടോ ഞാൻ വളയിട്ടില്ലല്ലോ എന്ന് വിചാരിച്ച്. ചില സമയങ്ങളിൽ ഞാൻ അങ്ങനെയാട്ടോ, ഞാൻ തന്നെ മറന്നുപോയി. കയ്യിൽ ഞാൻ വളയെടുത്തിടണം എന്നൊക്കെ വിചാരിച്ചാൽ പക്ഷേ മറന്നു പോകും കേട്ടോ. ഇട്ട് നടക്കുന്ന ഒരു ശീലം എനിക്കില്ല കേട്ടോ. എല്ലാം കയ്യിലും ആണെങ്കിലും എന്താണേലും ഞാൻ അങ്ങനെ ഇട്ട് നടക്കില്ല, പെട്ടെന്ന് തന്നെ ഊരി വയ്ക്കും കേട്ടോ. അപ്പം അതിൽ കണ്ടപ്പോഴാണ് ഞാൻ വിചാരിച്ചത്. പിന്നെ ഇതൊക്കെ ഒന്ന് കഴുകി എൻ്റെ ലാസ്റ്റ് ഇങ്ങനെയാണ് കേട്ടോ. എല്ലാ പാത്രങ്ങളും കഴുകി ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ കിച്ചൺ വിടാം കേട്ടോ. പിന്നെ മൊബൈലൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കും, ലൈവ് കാണും, എല്ലാവരെയും ഒന്ന് സപ്പോർട്ട് ചെയ്യും. അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ ഓരോ ദിവസങ്ങളും അങ്ങനെയൊന്നും പോണില്ല. ഇങ്ങനെയല്ലേ എല്ലാവരുടെ ദിവസങ്ങളും. അങ്ങനെ എൻ്റെയും ദിവസം ഇങ്ങനെ ഈ ദിവസം കഴിഞ്ഞ് കിട്ടി കേട്ടോ. അപ്പം എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ നിങ്ങളുടെയൊക്കെ വിവരങ്ങളും ലൈവിൽ പറയുന്നതും നിങ്ങളുടെയൊക്കെ വിവരങ്ങളും ഒക്കെ ഞാൻ അറിയുന്നുണ്ട് കേട്ടോ. എല്ലാവരുടെയും തന്നെ ഒട്ടുമിക്ക ആൾക്കാരുടെയും വിവരവും ക്ഷേമമൊക്കെ അറിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇതോടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു സോ മച്ച്. ടിൽ ദെൻ ടേക്ക് കെയർ.